ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നതേ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ യൂണിറ്റിലോട്ട് വന്നേക്കാണ്. ചേച്ചിമാരൊന്നും വന്നിട്ടില്ല. ശരിക്കും അവർ വരുന്ന 9:30-ക്കാണ്. ഞാനും ശരിക്കും 9:30-ക്കാണ് വരുന്നത്. പക്ഷേ ഇന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു 8 മണിക്ക് വന്നിട്ട് പരിപാടിയൊക്കെ അവർ വരുന്നതിന് മുമ്പേ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് പാക്ക് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ പോകുമ്പോൾ 7 മണിയോ 8 മണിയൊക്കെ ആവും. സോ ഇന്ന് നമ്മളൊരു ഡെയിലി റുട്ടീനാണ്. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇത് അഗിയുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വിളക്കാണ്. പിന്നെ മതപരമായിട്ട് എല്ലാവരും നമ്മൾ വെച്ചിട്ടുണ്ട്, ആരും ഒഴിവാക്കിയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ് ആ സൈഡിലിരിക്കുന്നത്, എൻ്റെ സ്വന്തം ഗിഫ്റ്റാണ് ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നത്. അങ്ങനെ വന്നു. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ്. ഇടയ്ക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പുറത്തോട്ട് നോക്കി വണ്ടികളും പോണതുകൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ഇന്ന് കുറച്ചെണ്ണം ഓർഡർ അയക്കാനുണ്ട്, ഒരെണ്ണം ഓർഡർ അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർഡർ അയക്കാനുള്ളതാണ് കട്ട് ചെയ്യുന്നത്. ഇതൊരു കോട്ടൺ ഫാബ്രിക്കാണ്, നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച് നമ്മളൊരു പെപ്ലം ടോപ്പ് വിത്ത് സ്ലീവ്സാണ് ചെയ്യുന്നത്. വിത്തൗട്ട് സ്ലീവ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത്, വിത്ത് സ്ലീവ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ പോയിട്ട് ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കും. ഇത് ഗിത്താറില്ല, ശരിക്കും പറഞ്ഞാൽ ഉക്ലേലെ അങ്ങനെ ഒരു സംഭവമാണ്, അതാണ് അവൻ വായിക്കുന്നത്. പിന്നെ എനിക്ക് ഇടയ്ക്ക് മുട്ടയും പിന്നെ മുട്ടക്കറിയും അപ്പമാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മുടെ പരിപാടിയിലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ചേച്ചിമാർ വന്നു. അവർക്ക് ഞാൻ കട്ട് ചെയ്തത് കൊടുത്തു. അടുത്തത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു പൗഡർ ബ്ലൂ കളറിലുള്ള ടിഷ്യൂ മെറ്റീരിയലാണ് വിത്ത് ഒരു ഗോൾഡൻ മോട്ടീവ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. റൗണ്ട് ഗോൾഡൻ മോട്ടീവ്സാണ്. ഇതിൻ്റെ കട്ടിങ് ആണ്. കട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു ലൈൻ ടോപ്പായിട്ടാട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. വിത്ത് പോക്കറ്റ്സ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഞാൻ ആ സമയത്ത് ആ പോക്കറ്റ്സിൻ്റെ കാര്യമേ വിട്ടുപോയി. അതുകൊണ്ട് പോക്കറ്റ്സ് ഇതിന് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ വേണം പോക്കറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ആഡ് ചെയ്യണം. ഇത് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് പോക്കറ്റ് വേണമെന്ന്. ഇത് നമ്മുടെ ഒരു പ്രീമിയം കളക്ഷനല്ല, ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ പാർട്ടിക്ക് അധികം കുറച്ചും കൂടി ടെമ്പിൾ വൈബ് ആ ഒരു പരിപാടിക്കൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഔട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആ രാവിലെ കാണിച്ച ചാപ്ര. ഇവർ പണിയെടുക്കുന്നത് മോളിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. പിന്നെ ചേച്ചിമാരൊക്കെ പോയി. പിന്നെ ഇവിടെ ഫുൾ അലക്കുലുത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ഭയങ്കര ശോകം പരിപാടിയാണ്. അങ്ങനെ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു 6 ആയിട്ടില്ല, ഒരു 5 അറൗണ്ട് ടൈമൊക്കെ ആയിട്ടുള്ളൂ. അവർ 4:35 45 ഒക്കെ ആകുമ്പോൾ ശിഷ്യന്മാർ പോകും. പിന്നെ നമ്മൾ ക്ലീനൊക്കെ ആക്കി പരിപാടി കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് ചെയ്ത് പോകും. ഇതിനിടയിൽ നമുക്ക് കൊറിയറും കൂടെ അയക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കുറച്ചേ കഴിച്ചുള്ളൂ, കാരണം ഞാൻ കൊണ്ടുവന്നില്ല. ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ പോകണമായിരുന്നു. പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫുഡ് കുറച്ചേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് വിശക്കുന്നുണ്ട്, വേഗം വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് ഹറിബറി ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് അവർ തയ്ച്ച 2 ഡ്രസ്സ്. വിത്ത് സ്ലീവ്സ് ഉള്ളത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ചെറിയ ഫ്ലയറുള്ള ഒരു ഡ്രസ്സാണ്. ലൈനാണ്, റൗണ്ട് നെക്കാണ്. ഇതിൻ്റെ നെക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ റൗണ്ട് ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ലീവ്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തു, പക്ഷെ ഞാൻ എവിടെയോ നിൽക്കുന്നു, വീഡിയോ എവിടെയോ നിൽക്കുന്നു. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അഗി വന്ന്, ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതോ വഴിപാടായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ വന്ന്, കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ അലുക്കുലത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ് ഗൈസ്. ഇനി നാളെ രാവിലെ വന്ന് ബാക്കി പരിപാടി സെറ്റ് ചെയ്യണം. എനിക്ക് മറ്റന്നാൾ വർക്കുണ്ട്. അപ്പോൾ നാളെ ഫുൾ 2 ദിവസത്തേക്കുള്ളത് വെട്ടി സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതും ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ്. പിന്നെ പോണതിന് മുമ്പേ ലൈറ്റ്സ്, ഫാന്, സ്വിച്ചസ് എല്ലാം ഒന്നേന്ന് നോക്കിയിട്ടേ പോകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ബൈ.